തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് പിന്തുണ നൽകുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് പി.സി. ജോർജ് എം.എൽ.എ. യുഡിഎഫ് നേതാക്കളുമായി ചർച്ച നടത്തുകയാണ്. 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും പി.സി. ജോർജ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. മധ്യകേരളത്തിലെ 3 മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്നാണ് ജനപക്ഷം ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്നും ജനപക്ഷം പിന്മാറിയിരിക്കുകയാണ്. എന്തായാലും പി.സി. ജോർജ് തന്നെ ഇക്കാര്യത്തിലൊരു വിശദീകരണം തരാൻ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്താണ് ഈ 3 മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറാനുള്ളൊരു കാരണം? 3 മണ്ഡലങ്ങളിൽ മാറി പത്തനംതിട്ട മാത്രം മത്സരിക്കുക എന്ന പാർട്ടിയിലൊരു തീരുമാനം വന്നത്. എൻ്റെ മുമ്പിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശബരിമല ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് ഏറ്റവും വലിയ ശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ് ഞാൻ ശബരിമലയിൽ വോട്ട് മേടിക്കുന്നത് ന്യായമല്ല, ധാർമ്മികതയല്ല. ഞാൻ മത്സരിച്ചാൽ വരാൻ പോകുന്ന പ്രചരണം ഞാൻ ശബരിമലയെ വെറ്റ് കാശാക്കുന്നു. എനിക്കത് കേൾക്കാൻ കഴിയില്ല. ധാർമ്മികമായത് മര്യാദയല്ല ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്മാറിയത്. പക്ഷേ പിന്മാറി എന്നതുകൊണ്ട് എൻ്റെ അഭിപ്രായം മാറുന്നില്ല. ശബരിമല വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി വരും കാലങ്ങളിലും, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഹിന്ദു വിശ്വാസത്തെ തകർക്കാനാണ് ശബരിമല വിഷയം മുന്നിട്ട് പാവപ്പെട്ട ശബരിമല അയ്യപ്പ ഭക്തന്മാരെ തല്ലിച്ചതച്ചുകൊണ്ട് 3800ഓളം പിണറായിയുടെ പോലീസ് ശബരിമലയിലേക്ക് ജവളി കൊടുക്കാത്ത പെണ്ണുങ്ങളെ കയറ്റാൻ നോക്കിയത്. അതിനെതിരായ പോരാട്ടമാണ് ഞാൻ നടത്തിയത്. അതുപോലെ തന്നെ പിണറായി സർക്കാരിൻ്റെ ഭാഗമാണല്ലോ ഇപ്പോൾ വിശ്വാസികളെ, ക്രിസ്ത്യൻ മതവിശ്വാസങ്ങളെ ചർച്ച് ആക്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം വിശ്വാസികളെ തകർക്കാൻ നാസ്തികന്മാരുടെ റൗഡിസം ഈ കേരളത്തിൽ നടക്കുകയാണ്. ഇത് തകർക്കാൻ എന്താണ് മാർഗം? അതിന് തകർക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും ദയനീയമായി പരാജയപ്പെടണം. ആ പരാജയപ്പെടുന്നത് കാണുക എന്നതാണ് നമ്മുടെ ആവശ്യം. 100 സീറ്റിലെങ്കിലും പിണറായിയുടെ അസംബ്ലി സീറ്റിൽ പിണറായിയുടെ ശക്തിയില്ല എന്ന് തെളിഞ്ഞാൽ പിണറായി രാജിവെച്ച് പോകേണ്ടി വരും. ആ സാഹചര്യം സൃഷ്ടിക്കാൻ കേരള ജനപക്ഷം രംഗത്ത് നിൽക്കുകയാണ്. ഈ കോൺഗ്രസുമായി സഹകരിക്കാനുള്ളൊരു കത്ത്